വെണ്ണൂർ സഹകരണ ബാങ്ക് ജീവനക്കാർക്കെതിരെ നിലപാട് കടുപ്പിച്ച് കാഴ്ചപരിമിതന്റെ കുടുംബം. ലോൺ അടച്ചു തീർത്തിയിട്ടും ആധാരം തിരിച്ചു നൽകാതെ ഇളയച്ചന് ലോൺ അനുവദിച്ചത് ജീവനക്കാരുടെ ഒത്താശയോടെയാണെന്ന് മേലൂർ സ്വദേശി കൂട്ടാലപ്പറമ്പിൽ കുമാരന്റെ മകൾ മാളയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വ്യാജ ഒപ്പിട്ട് നൽകിയെന്ന വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നതായും കുടുംബം ആവർത്തിച്ചു. അവർ ആ മീറ്റിങ്ങുകളിൽ എന്ത് പറഞ്ഞു നമ്മൾ ചെല്ലുന്നു എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മനോജ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജീവനക്കാരൻ ആള് പറഞ്ഞത് എന്നോട് ഇതിന്മേൽ ബാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക്. ഇതുമ്പോൾ എങ്ങനെ ബാധ്യത വരുന്നത്? എൻ്റെ അച്ഛനമ്മ എടുത്ത ലോൺ 2015 എടുത്ത് അനീത്ര വിവാഹ ആവശ്യത്തിന് 2 ലക്ഷം എടുത്തു. 5/1/17 അത് അടച്ചു തീർത്തു. ക്ലോസ്ഡ് എന്ന് പറഞ്ഞത് എഴുതി തരാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം തരാൻ പറ്റില്ല, പിന്നെ വരാൻ. കുറേ നടത്തിച്ചു, ഒന്നും തന്നില്ല. അതിനുശേഷം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇളയച്ചന് ബാധ്യതയുണ്ടെന്ന്. ഇളയച്ചൻ്റെ ബാധ്യത എങ്ങനെയാണ് എൻ്റെ അച്ഛനമ്മയുടെ ഇതിലേക്ക് വരുന്നത്? എൻ്റെ അച്ഛനമ്മ എടുത്തിട്ടില്ല, എടുത്തത് മുഴുവൻ അവർ ക്ലോസ് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തത്? ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടില്ല. നമ്മൾ വിശ്വസിച്ച് കൊടുക്കുന്നതല്ലേ. ആ ആധാരം കാണാനില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഞാൻ ഒച്ചപ്പാടും ബഹളമൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് ആധാരം തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. അത് വെച്ച സ്ഥലം മാറിപ്പോയിരുന്നു, ഫയല് മാറിപ്പോയിരുന്നു. നിങ്ങൾ പറയും ഇതൊരു ന്യായമായ കാര്യമാണോ പറയണത്? അതിനകത്തെ കോപ്പി എനിക്ക് ഒരെണ്ണം വേണം, അതെടുത്ത് തന്നു. പക്ഷേ അവർ കാണിച്ചു തന്ന പേപ്പറിൽ പല ഒപ്പുകളും എൻ്റെ അമ്മയും അച്ഛനും ഇട്ടേക്കണം ഒപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വ്യാജ തമ്പുകളാണ് അതിൽ കണ്ടേക്കുന്നത്. അതുപോലെ അമ്മയുടെ ഒപ്പ് അമ്മ വീണതിന് ശേഷം കൈ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒപ്പിടുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. അതിലിട്ടേക്കണ ഒപ്പുകളും ഈ ഒപ്പും തമ്മിൽ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അവർ വ്യാജരേഖ ചമച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ചമച്ചു എന്ന് പറയല്ല, അതാണ് അതിൽ നടന്നേക്കുന്നത്. നിങ്ങൾക്കറിയാത്ത കാര്യം എന്ന് പറയണത് എന്താ? നമ്മുടെ അടുത്തല്ലോ നമ്മൾ അടച്ചു. ഇളയച്ചന് ബാധ്യത ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇളയച്ചനോടല്ലേ ചോദിക്കണ്ടേ? നമുക്ക് മീറ്റിംഗ് കൂടാം, മീറ്റിങ്ങിലിരിക്കും. ഈ പറഞ്ഞ വ്യക്തികളെ കൂട്ടി മീറ്റിങ്ങിലിരുത്തി. ഇപ്പോൾ ജനുവരിയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നു, അതിന് ശേഷം മീറ്റിങ്ങുകൾ വെച്ചു. ഇന്നീ ദിവസം നവംബർ മാസം 15 കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ദിവസം വരെയായിട്ടും ഇവരെ മീറ്റിങ്ങുകൾക്ക് ഒരു മറുപടി തന്നിട്ടില്ല. അവർ